ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുത്തു. വളരെയധികം കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും ഒരു സൽക്കർമ്മം പോലും ചെയ്യാതെ പാപത്തിൽ മുഴുകി ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം പാപം ചെയ്യുമ്പോഴെല്ലാം താൻ ചെയ്യുന്നത് പാപമാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് അയാൾ പാപം ചെയ്തത്. അയാൾ തൻ്റെ ബന്ധുക്കളോട്, മക്കളോട് ഒരു വസീയത്ത് ചെയ്തിരുന്നു. ഞാൻ എപ്പോൾ മരണപ്പെട്ടാലും എൻ്റെ ജനാസ നിങ്ങൾ ഖബറിൻ്റെ ഉള്ളിലാക്കാതെ കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ട് ഏതെങ്കിലും നല്ല ഒഴുക്കുള്ള ജലാശയത്തിൽ ഒഴുക്കിക്കളയണമെന്ന്. കാലങ്ങൾ കുറെ കഴിഞ്ഞു. ആ പാപിയായ മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കരിച്ചു കളയുകയും തൊട്ടടുത്തുള്ള കടലിൽ ഒഴുക്കുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞത്, ഈ മനുഷ്യനെ അള്ളാഹു അവൻ്റെ മുമ്പിൽ ഹാജരാക്കി. അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നിന്റെ ജനാസ കരിച്ചു കളയാൻ വേണ്ടി ആവശ്യപ്പെട്ടത്? അയാൾ പറയും, പടച്ചോനെ, ഞാൻ ചെയ്തൊരു പാപമാണെന്ന് നല്ല ബോധം എനിക്കുണ്ട്, പക്ഷേ നിന്നെ കണ്ടുമുട്ടുമോ എന്നുള്ള പേടി, അതാണ് ജനാസ കരിച്ചു കളയാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞു. അള്ളാഹു തആല മനുഷ്യന് പറയുന്നൊരു വർത്തമാനം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നീ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവാൻ പാടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നൊരു വാക്കാണത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കൊണ്ട് നീ നിരാശനാവാൻ പാടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വീഴ്ചകൾ സംഭവിക്കാം. അറിഞ്ഞോ അറിയാതെയോ അപരാധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ അപരാധങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശനാവാതെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി റബ്ബിൻ്റെ കാരുണ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാരുണ്യം തരാൻ റബ്ബ് ഉണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നാം ജീവിക്കുന്ന റമദാനിൻ്റെ ദിനങ്ങൾ റഹ്മത്തിൻ്റെ ദിനങ്ങളാണ്, മഗ്ഫിറത്തിൻ്റെ ദിനങ്ങളാണ്. ഈ ദിനങ്ങളെ വേണ്ട വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള വിഷയത്തിൽ അല്പം പോലും നിരാശനാവാതെയാവണം നമ്മൾ ഓരോ ആളുകളും ഓരോ ദിവസത്തെ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.